والصلاة والسلام على رسول الله وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്നേഹിക്കുക എന്നുള്ളതാണ് നമ്മുടെ മേലുള്ള ഏറ്റവും വലിയ ബാധ്യത. അള്ളാഹുവോടുള്ള സ്നേഹം അതെന്താണ്? അതിരുകളില്ലാത്ത നിരുപാധികമായ സ്നേഹമാണ്. എല്ലാറ്റിനേക്കാൾ ഉപരി അള്ളാഹുവിനെ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഷിർക്കും തൗഹീദുമെല്ലാം വരുന്നത്. നമുക്കറിയാം, അള്ളാഹു അല്ലാത്തവരെ ഇബാദത്ത് ചെയ്യൽ എന്താണ്? ഷിർക്കാണ്. അവിടെ സംഭവിക്കുന്നത് എന്താണ്? ഇബാദത്ത് എന്നുള്ളത് സ്നേഹത്തിന്റെ ഏറ്റവും ഉയർന്ന പദവിയാണ്. ആ ഉയർന്ന പദവി എന്ത് ചെയ്യാണ്? മറ്റുള്ളവർക്ക് കൽപ്പിക്കലാണ്. അപ്പോ സംഭവിക്കുന്ന പ്രശ്നം എന്താണ്? സ്നേഹമാണ് എന്ത് ചെയ്യുന്നത്? പകുത്തു കൊടുക്കുന്നത്. അതുപോലെ തന്നെ അള്ളാഹു അല്ലാത്ത സൃഷ്ടികളെ സ്നേഹിക്കൽ, ആരാധന എന്നുള്ള രൂപത്തിലല്ലാതെ തന്നെ സ്നേഹിക്കൽ, അതിന്റെ ദരിയാത്തുകൾ തന്നെ, മാർഗങ്ങൾ തന്നെ അള്ളാഹു സുബ്ഹാനഹു തആല എന്ത് ചെയ്തിട്ടുണ്ട്? മുറിച്ചു കളഞ്ഞിട്ടുണ്ട്. അതിനൊരുപാട് അതിർവരമ്പുകൾ വെച്ചു. സൃഷ്ടികളോടുള്ള സ്നേഹം, സൃഷ്ടികൾ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ സ്നേഹിതന്മാരും, ഉമ്മയും ഉപ്പയും ഭാര്യയും മക്കളും, അതുപോലെ തന്നെ നമ്മൾ ഇഷ്ടപ്പെടുന്ന വിനോദങ്ങളും കാര്യങ്ങളും എല്ലാം, അതിനോടൊക്കെ ഉള്ള സ്നേഹത്തിന് ഒരുപാട് അതിർവരമ്പുകൾ വെച്ചു. ആ കാര്യങ്ങളോടുള്ള സ്നേഹം ഒരിക്കലും എന്താകാൻ പാടില്ല? പരിധി ലംഘിക്കാൻ പാടില്ല. സ്നേഹം മൂത്ത് അങ്ങനെ എന്ത് ചെയ്യാൻ പാടില്ല? ഒരു അടിമപ്പെടുന്ന, ഖുദൂഅ് സംഭവിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് ഉയരാൻ പാടില്ല എന്ന് ദീനിന്റെ എല്ലാ അധ്യാപനങ്ങളും പരിശോധിച്ച് നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല, അള്ളാഹു എത്രത്തോളമാണോ സ്നേഹിക്കുന്നത് ഒരു അടിമയെ, അതിനനുസരിച്ച് മാത്രമേ നമുക്ക് അവരെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. അള്ളാഹു എത്രത്തോളം ഒരാൾ വെറുക്കുന്നു അതിനനുസരിച്ച് നമ്മൾ വെറുക്കും വേണം. അതെങ്ങനെയാണ് നമ്മൾ കണക്കാക്കുക? ഒരാൾ അള്ളാഹുവിന്റെ ദീനിനോട് കാണിക്കുന്ന സമീപനം നോക്കുക. ദീനിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവരെ നമുക്ക് ഏറ്റവും സ്നേഹിക്കണം. അതുകൊണ്ടാണ് സൃഷ്ടികളിൽ നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്ന ആരെയായിരിക്കണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരിക്കണം. അപ്പോ ഇങ്ങനെ ധാരാളം അതിരുകൾ. മാത്രമല്ല, അള്ളാഹുവിന്റെ പേരിലായിരിക്കണം. അള്ളാഹുവിന്റെ പേരിൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് വേണ്ടി മാത്രം. അള്ളാഹു അവരെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നതുകൊണ്ട് നമ്മൾ അവരെ ഇഷ്ടപ്പെടുന്നു. അള്ളാഹു വെറുക്കുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അള്ളാഹു വെറുക്കുന്ന അള്ളാഹുവിന്റെ ശത്രുക്കളെ, കാഫറുകളെ, മുനാഫിക്കുകളെ, അതുപോലെ ബിദ്അത്തുകാരെ വെറുക്കുന്നു നമ്മൾ. ഇനി മറ്റു ചില ഇഷ്ടങ്ങളുണ്ട്, അത് അള്ളാഹുവിന്റെ പേരിലായിരിക്കൂല. ഉദാഹരണമായിട്ട് സ്വന്തം ഭാര്യയെയും മക്കളെയും സ്നേഹിതന്മാരെ സ്നേഹിക്കുന്നത്, അതെന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കില്ല? അള്ളാഹുവിന്റെ പേരിലായിരിക്കില്ല. പക്ഷെ അത് അള്ളാഹു അനുവദിച്ച കാര്യങ്ങളിൽ മാത്രമേ സ്നേഹം എന്ത് ചെയ്യാൻ പാടുള്ളൂ? കൊടുക്കാൻ പാടുള്ളൂ. അപ്പോ മറ്റ് സൃഷ്ടികളെ സ്നേഹിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അള്ളാഹു അവരെ സ്നേഹിക്കുന്നുണ്ട്. ഇപ്പൊ സ്നേഹിതന്റെ സ്നേഹിതരെ സ്നേഹിക്കുക എന്നുള്ള അടിസ്ഥാനത്തിലാണ്. മനസ്സിലായോ അത് പറഞ്ഞത്? അപ്പൊ ഈ അടിസ്ഥാനത്തിലാണ്. ഇനി അല്ലാത്തവരെ തബീഇയായ സ്നേഹമാണെങ്കിൽ അതെന്താണ്? അള്ളാഹു അനുവദിച്ച കാര്യങ്ങളിൽ മാത്രം. അപ്പോ ഇങ്ങനെ ധാരാളം അതിർവരമ്പുകളുണ്ട്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, ഇബ്നുൽ ഖയ്യിം നമുക്കറിയാം ഈ വിഷയങ്ങളിൽ
അഥവാ ഹൃദയത്തിന്റെ അമാലുകളുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ള ഇമാമാണ് അൽ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ്. അദ്ദേഹം പറയാണ്, അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മഹബ്ബത ഇലാ അദ്ദഫരി ബിൽ മഹ്ബൂബി സബീല. അല്ലാഹുവേ, മഹബൂബായ അല്ലാഹു അവനെ നമുക്ക് പ്രാപിക്കാനുള്ള മാർഗമാണെന്ത്? സ്നേഹം. വനസബ തഅതഹു വൽ ഖുദൂഅ ലഹു അലാ സിദ്ഖി അൽ മഹബ്ബതി ദലീല. അല്ലാഹുവിനുള്ള താഅത്തുകൾ, അല്ലാഹുവിനുള്ള കീഴ്പ്പെടലുകളെല്ലാം അതെന്തിന്റെ തെളിവാണ്? സ്നേഹത്തിന്റെ തെളിവ് മാത്രമാണ്. സ്നേഹം പ്രകടിപ്പിക്കുകയാണ് നമ്മൾ എന്തിലൂടെ ചെയ്യുന്നത്? അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നതിലൂടെ, അല്ലാഹുവോട് ദുആ ചെയ്യുന്നതിലൂടെ ഒക്കെ ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യാറുണ്ട്? ഉമ്മ വെക്കാറുണ്ട്, തലോടാറുണ്ട്. അതുപോലെ തന്നെ അവരോട് ഇങ്ങനെ എന്ത് ചെയ്യും? കൊഞ്ചിയും ഒക്കെ സംസാരിക്കാറുണ്ട്. അതൊക്കെ അവരോടുള്ള സ്നേഹം പങ്കിടലാണ്. അള്ളാഹുവോടുള്ള സ്നേഹത്തിന്റെ തെളിവ് എന്താണ്? ഇബാദത്തുകളും അതുപോലെ തന്നെ അള്ളാഹുവിനെ സംബന്ധിച്ച് ഇങ്ങനെ ദിക്ർ ചെയ്യൽ, ഇതെല്ലാം അള്ളാഹുവോടുള്ള സ്നേഹത്തിന്റെ തെളിവുകളാണ്. കാരണം ഒരാൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവരെ കുറിച്ച് എന്ത് ചെയ്യും? എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. സംസാരത്തിന് ഇങ്ങനെ വരുന്നത് കാണാൻ കഴിയും. അതുകൊണ്ടാണ് ഏത് ഏറ്റവും പ്രയാസകരമായ സംഭവം എപ്പോഴായിരിക്കും ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം? യുദ്ധത്തിൽ ഇരിക്കുമ്പോഴായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല യുദ്ധത്തിലിരിക്കുമ്പോൾ അള്ളാഹുവിനെ ദിക്ർ ചെയ്യാൻ വേണ്ടി നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അഥവാ ഇദാ ലഖീതുമുൽ ലദീന കഫറു ഫദർബർ റിഖാബ് എന്ന് തുടങ്ങുന്ന തരത്തിലുള്ള ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഇദാ യാ അയ്യുഹല്ലദീന ആമനു ഇദാ ലഖീതും ഫിഅതൻ ഫസ്ബുതു വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ. അപ്പൊ യുദ്ധരംഗത്തിൽ എന്ത് ചെയ്യണം? അല്ലാഹുവെ ദിക്ർ ചെയ്യണം. അവിടെ പോലും എന്ത് ചെയ്യാൻ പറ്റില്ല? അല്ലാഹുവിനെ എന്ത് ചെയ്യാൻ പറ്റില്ല? അല്പം പോലും അല്ലാഹുവെ സംബന്ധിച്ചുള്ള ഓർമ്മ നഷ്ടപ്പെട്ടുകൂടാ. അപ്പോ മാത്രമല്ല എന്ത് ചെയ്യണം? നമസ്കാരം, 5 നേരം നമസ്കാരം, അത് വാജിബാണ്. പിന്നെ എത്ര നമസ്കാരങ്ങളാണ് അല്ലെ? റവാത്തിബ് നോക്കുകയാണെങ്കിൽ ദുഹ ഉണ്ട്, അതുപോലെ തന്നെ തഹയ്യത്ത് ഉണ്ട്, ഇങ്ങനെ അതുപോലെ ഖിയാമുൽ ലൈൽ ഉണ്ട്. എത്ര നമസ്കാരങ്ങളുണ്ട്. തസ്ബീഹ് നമസ്കാരമുണ്ട്, വുദൂഇന്റെ നമസ്കാരമുണ്ട്, തൗബയുടെ നമസ്കാരമുണ്ട്. എല്ലാം എത്ര നമസ്കാരങ്ങളാണ്. മാത്രമല്ല അതല്ലാതെ മുത്ലഖായ നമസ്കാരം, ഒരു സന്ദർഭവുമായി ബന്ധപ്പെടാത്ത നിരുപാധികം ഇങ്ങനെ എന്ത് ചെയ്യല്? നമസ്കരിക്കല്. ഇബ്നു അബ്ബാസിനെ കുറിച്ചൊക്കെ ഉദ്ധരിക്കപ്പെട്ടു, അവർക്ക് 1000 റക്അത്ത് ഒരു ദിവസം എന്ത് ചെയ്യും? മുത്ലഖായിട്ട് നമസ്കരിക്കുമെന്നാണ്. അപ്പൊ ഇത് ഈ നമസ്കാരമൊക്കെ നമസ്കാരം എന്നുള്ളതൊക്കെ എന്തിനാണ് നിശ്ചയിച്ചിട്ടുള്ളത്? അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടിയാണ്. ഓർക്കുക എന്നുള്ളത് അത് സ്നേഹത്തിന്റെ തെളിവാണെന്ന് സാരം. وحرك بها النفوس يعني بالمحبة إلى أنواع الكمالات إيثارا لطلبها وتحصيلا. അത്രമല്ല അള്ളാഹുവോടുള്ള സ്നേഹം അത് നേടാൻ വേണ്ടിയിട്ട് നമ്മള് വ്യത്യസ്തമായ തരത്തിലുള്ള പൂർണ്ണത കൈവരിക്കാൻ കഴിയുന്ന ഇബാദത്തുകൾ എന്ത് ചെയ്യുന്നു? ഏർപ്പെടുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? അള്ളാഹുവിന്റെ സ്നേഹം ലഭിക്കാൻ വേണ്ടിയിട്ട്. വൽ മഹബ്ബതു റൂഹുൽ ഈമാനി വൽ അമൽ. ഈമാനിന്റെ രഹസ്യം അതെന്താണ്? ചൈതന്യം, ആത്മാവ് സ്നേഹമാണ്. വൽ അമൽ, എല്ലാ പ്രവർത്തികളും. നമ്മൾ എന്തിനാണ് ഒരു പ്രവൃത്തി ചെയ്യുന്നത്? ഏതൊരു പ്രവൃത്തി നമ്മൾ ചെയ്യുന്നു? നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു? കളിക്കുന്നു. ഏതേത് പ്രവൃത്തി നോക്കുകയാണെങ്കിലും
അതിന്റെ ചേതോ വികാരം എന്തായിരിക്കും? അത് നമ്മളെ ചെയ്യാൻ പ്രേരിപ്പിച്ചത് സ്നേഹമായിരിക്കും. ഒന്ന് നമ്മുടെ നഫ്സിനോടുള്ള സ്നേഹമായിരിക്കും. നമ്മുടെ ഒരു കുട്ടി ഉമ്മ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്നേഹമാണ്, കുട്ടിയോടുള്ള സ്നേഹമായിരിക്കും. ഇങ്ങനെ എന്തൊരു പ്രവൃത്തി ചെയ്യും, നമ്മൾ ഉറങ്ങുന്നത് എന്തിനാണ്? നമ്മുടെ നഫ്സിനോടുള്ള സ്നേഹം കൊണ്ടാണ്. അപ്പൊ എല്ലാം എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? എല്ലാ ഹറക്കത്തും നടക്കുന്നത് സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഷൂഫ് വൽ മഖാമാത്ത് വൽ അഹ്വാൽ, എല്ലാവിധ ഉയർന്ന അവസ്ഥകളുടെയും അടിസ്ഥാനം സ്നേഹമാണ്. التي متى خلت منها فهي كالجسد الذي لا روح فيه. ഈ സ്നേഹം മനസ്സിന്ന് പോയി കഴിഞ്ഞാലോ ആ ശരീരം റൂഹില്ലാത്ത ശരീരം പോലെ കാണാൻ കഴിയും. ഇബാദത്തുൻ ലൈസ ഫീഹാ മഹബ്ബത്തുൻ കൽജസദി ലാ റൂഹ ഫീഹി. സ്നേഹമില്ലാത്ത ഇബാദത്ത് എന്തില്ലാത്തതാണ്? റൂഹില്ലാത്ത ശരീരം പോലെയാണ്, ചത്തു കിടക്കുന്നത്. ചില പണ്ഡിതന്മാർ പറഞ്ഞു ഇബാദത്തിന്റെ റുക്നാണെന്ത്? മഹബ്ബത്ത്. അത് ഒരു പക്ഷിയുടെ തല പോലെയാണ്, പക്ഷിയുടെ തല. പിന്നെ ഖൗഫും റജാഉം, അത് അതിന്റെ രണ്ട് ചിറകുകൾ പോലെയാണ്. ഇനി ചിറകില്ലെങ്കിൽ അതിന് ജീവിക്കെങ്കിലും ചെയ്യാം. മഹബ്ബത്ത് ഉണ്ടെങ്കിലോ അതിന് ജീവിക്ക പോലും എന്തല്ല, സാധ്യമല്ല. കാരണം മഹബ്ബത്ത് ഏതിന്റെ പോലെയാണ്? തലയുടെ മഞ്ജലത്തിലാണെന്ന് പറഞ്ഞു. തദ്ഖുലു വതഖ്റുജു മിനൽ ഇബാദതി ബിദൂനി അയ് തഅസീർ. അപ്പോ എന്ത് ചെയ്യും? ഹൃദയത്തിൽ അല്ലാഹുവോടുള്ള മഹബ്ബത്ത് ഇല്ലെങ്കിൽ ഇങ്ങനെ ഇബാദത്തിൽ ഏർപ്പെടുന്നുണ്ടാവും, ഇബാദത്തിൽ നിന്ന് വിരമിക്കുന്നുണ്ടാകും. ഒരു തലത്തിലുള്ള എന്തുണ്ടാവില്ല? തഅസീറും ഒരു പ്രതിഫലനവും ഹൃദയത്തിൽ ഉണ്ടാവില്ല. നിസ്കരിക്കുന്നുണ്ടാവും, ഇങ്ങനെ നിസ്കരിക്കുന്നുണ്ടാവും, പക്ഷെ അതിൽ എന്തുണ്ടാവില്ല? ഹലാവത്ത് ഉണ്ടാവില്ല. അതില് അള്ളാഹുവോടുള്ള മുനാജാത്തിലുള്ള ആ ഒരു മാധുര്യം അനുഭവിക്കുകയില്ല. അപ്പോ ഇത് നമ്മള് ഇന്ന് നമുക്ക് സംഭവിച്ചിട്ടുള്ള കാര്യം എന്താണ്? ഈ ഒരു പ്രശ്നമാണ്. അള്ളാഹുവോടുള്ള മഹബ്ബത്ത് നഷ്ടപ്പെട്ടു. അതിന്റെ പേരിലാണ് എന്ത് ചെയ്തത്? നമസ്കാരം. മുനാഫിക്കുകളെ കുറിച്ച് അള്ളാഹു പറഞ്ഞെന്താണ്? യുറാഊന അന്നാസ് വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീല. അതുപോലെ വൈദാ ഖാമു ഇല സ്വലാത്തി ഖാമു കുശാല. നമസ്കാരത്തിന് വേണ്ടിയിട്ട് നിന്ന് കഴിഞ്ഞാൽ അവര് മടിയന്മാരായിട്ടാണ് നിൽക്കുക. അപ്പൊ എന്താണ്? പെട്ടെന്ന് ഇങ്ങനെ തീരണം ഇപ്പം ആഗ്രഹിക്കും. അപ്പോ വളരെ എന്താണ് ഗൗരവമുള്ള വിഷയമാണ്. പിന്നെ ഇമാം പറയാണ്, അൽ മഹബ്ബത്തു ഹിയ അൽ മൻസിലത്തു അല്ലതി ഫീഹാ തനാഫസൽ മുതനാഫിസൂൻ. ആ ഒരു സ്ഥാനമുണ്ടല്ലോ, അതിനു വേണ്ടിയാണ് മത്സരിക്കുന്ന ആളുകൾ മത്സരിക്കുന്നത്. വഇലൈഹാ ശഖ്സൽ ആമിലൂൻ. പ്രവർത്തിക്കുന്ന ആളുകളെല്ലാം ലക്ഷ്യം വച്ചിരിക്കുന്നത് ഏതാണ്? മഹബ്ബത്ത് എന്നാണ്. അഥവാ അല്ലാഹു സുബ്ഹാനഹു തആലയെ നമ്മൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അല്ലാഹു തിരിച്ചിങ്ങോട്ടും സ്നേഹിക്കും. വഇലാ അമലിഹാ ശമ്മറ സാബിഖൂൻ. അതിനു വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? പിന്നെ മുന്നേറുന്ന ആളുകൾ, മത്സരിക്കുന്ന ആളുകൾ എന്ത് ചെയ്യുന്നത്? വളരെ ത്യാഗപൂർവ്വം മത്സരിക്കുന്നത്. വഅലൈഹാ തഫാന അൽ മുഹിബ്ബൂൻ. അതിനു വേണ്ടിയിട്ടാണ് ആളുകൾ എന്ത് ചെയ്യുന്നത്? അള്ളാഹുവെ സ്നേഹിക്കുന്ന ആളുകൾ അതിന്റെ പേരിലാണ് എന്ത് ചെയ്യുന്നത്? ജീവിച്ച് മരിക്കുന്നത്. അതിലെ ആ വിഷയത്തിൽ ഏർപ്പെട്ടുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്? ജീവിച്ച് മരിക്കുന്നത്. ഇങ്ങനെ ധാരാളം എന്ത് ചെയ്യുന്നുണ്ട്? ഇമാം ഇബ്നുൽ ഖയ്യിമിന്റെ വിശദീകരണങ്ങൾ കാണാൻ കഴിയാം. അപ്പോ എന്താണ് അള്ളാഹുവിനോടുള്ള അള്ളാഹുവെ സ്നേഹിക്കാനുള്ള മാർഗം എന്താണ്? അതെന്താണ്? ഒന്നാമത്തെ മാർഗം എന്താണ്? അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിനെ കുറിച്ച് പഠിക്കല് രണ്ട് തരത്തിലാണ്. ഒന്ന് അസ്മാ സിഫാത്തിലൂടെ പഠിക്കാം. അപ്പൊ എന്താണ്? അള്ളാഹുവിനെ സംബന്ധിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അള്ളാഹുവിന്റെ റഹ്മത്തിനെ സംബന്ധിച്ചും അള്ളാഹുവിന്റെ എന്താണ്
ഓരോ സിഫാത്തുകളെ സംബന്ധിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിശദമായി പഠിക്കാൻ കഴിയും. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, മൻ അറഫ അല്ലാഹ ബി അസ്മാഇഹി വസിഫാതിഹി അഹബ്ബഹു ലാ മഹാല. ആരെങ്കിലും അല്ലാഹുവിനെ അവന്റെ അസ്മാ സിഫാത്തുകളിലൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യും? അവൻ അല്ലാഹുവെ ഉറപ്പായിട്ടും സ്നേഹിക്കും. കാരണം എന്താണ്? ലാ മഹാല, സംശയം ഇല്ല കാര്യത്തിന്. കാരണം നമ്മൾ ആരെയും സ്നേഹിക്കുന്നത് എന്തിന്റെ പേരിലാണ്? അയാളുടെ സിഫാത്തുകൾ അറിഞ്ഞതിന്റെ പേരിലാണ് അല്ലേ? ഒരാളെ നമ്മൾ സ്നേഹിക്കുന്നു, നമ്മളുടെ ഒരു സഹോദരനെ സ്നേഹിക്കുന്നു, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത റസൂലിനെ നമ്മൾ സ്നേഹിക്കുന്നു. എന്തുകൊണ്ടാണ്? റസൂലിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം. റസൂലിന്റെ ആ വലിപ്പം നമുക്കറിയാം, സ്ഥാനം നമുക്കറിയാം. റസൂലുള്ളാന്റെ സ്വഭാവവും റസൂലുള്ളാന്റെ സുത്യർഹമായ ഖസാലുകളും ഗുണങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യാം? അറിയാം. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്നേഹിക്കുന്നത്. ഇല്ല എങ്കിൽ എല്ലാവരും മനുഷ്യരാണ് അല്ലേ? നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ ആ എല്ലും മാംസവും രക്തവും ഒക്കെ കൂടിയിട്ടുള്ള മനുഷ്യര് തന്നെയാണ് എല്ലാവരും. അപ്പോ ഈ അടിസ്ഥാനത്തിൽ അള്ളാഹുവെ സംബന്ധിച്ചാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യേണ്ടത്? അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അള്ളാഹുവെ നമുക്ക് സ്നേഹിക്കാൻ കഴിയും. അപ്പോ വേറൊരു തരത്തിലുള്ള അറിവുണ്ട്. അതെന്താണ്? നമ്മൾ അള്ളാഹുവിനെ ഇബാദത്തുകൾ ചെയ്യുക. അങ്ങനെ ദുആയിലും ഇബാദത്തിലും അള്ളാഹുവിനുള്ള മുറാഖബത്തിലും ഒക്കെ മുഴുകിയിരിക്കുമ്പോഴേ അള്ളാഹു തിരിച്ചു നൽകുന്ന കറാമത്തുകൾ, അള്ളാഹുവിന്റെ അള്ളാഹു നമുക്ക് നൽകുന്ന കറാമത്തും പദവിയും, അത് നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? അറിഞ്ഞറിഞ്ഞ് എന്ത് ചെയ്യാൻ പഠിക്കാൻ കഴിയും. അതെങ്ങനെയാ കഴിയുക? നമ്മൾ ചെയ്തുകൊണ്ടാണ് നമുക്ക് പഠിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുദ്സിയ ഹദീസിലൂടെ പറഞ്ഞതുപോലെ അള്ളാഹുവിലേക്ക് ഒരു മനുഷ്യൻ അടുക്കുന്ന ഫറായിദിലൂടെയാണ് ഏറ്റവും കൂടുതൽ. അത് കഴിഞ്ഞിട്ട് നവാഫിലുകൾ വർദ്ധിപ്പിക്കും. അങ്ങനെ എന്ത് ചെയ്യും? ഹത്ത ഉഹിബ്ബഹു, ഞാൻ അങ്ങനെ അവനെ സ്നേഹിക്കും. അങ്ങനെ എന്റെ കൈയാകും, ഞാൻ അവന്റെ കൈയാകും. അതുപോലെ തന്നെ അവന്റെ പല അവയവങ്ങളും പറഞ്ഞു. അപ്പോ മനസ്സിലായില്ലേ? ഈ തരത്തിൽ അള്ളാഹുവിനുള്ള ഇബാദത്തുകളും താഅത്തുകളും ഇങ്ങനെ അനുഷ്ഠിച്ചു പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം കൂടുതലായിട്ട് അറിയാം, ഉറപ്പിക്കാൻ കഴിയും. വേറെ എവിടെ നിന്നും എന്ത് ലഭിക്കുകയില്ല? റിസ്ക് നൽകുകയില്ല. മറ്റാർക്കും തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല? സഹായിക്കാൻ കഴിയില്ല. തന്നെ അള്ളാഹു മാത്രമാണ് യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നതെന്നും എല്ലാം എന്ത് ചെയ്യാൻ പറ്റും? ബോധ്യപ്പെടും എന്നുള്ളതാണ് സാരം. അപ്പൊ ഈ തരത്തിലാണ് എന്ത് ചെയ്യുന്നത്? അള്ളാഹു സുബ്ഹാനഹു തആലയെ നമുക്ക് പഠിക്കാൻ കഴിയുന്നത്. അപ്പൊ ഇങ്ങനെ പഠിക്കും. ഈ തരത്തില് ഇൽമിയായിട്ടും അമലിയായിട്ടും നമ്മൾ പഠിക്കുന്നതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? അള്ളാഹുവെ നമുക്ക് സ്നേഹിക്കാൻ കഴിയും. അള്ളാഹുവെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളതിന്റെ തെളിവ് എന്താണ്? നമുക്ക് എത്രത്തോളം സ്നേഹമുണ്ട് എന്നുള്ള അളവ് നമുക്ക് എങ്ങനെ അളന്നു നോക്കാൻ കഴിയുന്നത്? നമ്മൾ അള്ളാഹുവോടുള്ള സ്നേഹത്തിന്റെ ഏറ്റവും വലിയ ആ മർത്തബയിലേക്ക് എത്തിയെന്നെങ്ങനെ പരിശോധിക്കാം? അത് നമ്മുടെ അമലുകൾ നമ്മൾ എന്ത് ചെയ്യാം? പരിശോധിക്കാം. ഒന്ന് അള്ളാഹുവിനുള്ള ദിക്റാണ്. എത്രത്തോളം അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നുണ്ട് നോക്കാം. നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയായിരുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യദ്കുറുല്ലാഹ ബികുല്ലി അഹ്യാനിഹി വഅഹ്വാലിഹി. റസൂലുള്ളാഹി അവിടുത്തെ എല്ലാ അവസ്ഥയിലും, നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും നടക്കുമ്പോഴും എല്ലാം എന്ത് ചെയ്യും? ദിക്ർ ചെയ്യും അല്ലെ? അപ്പൊ എത്രത്തോളം ദിക്ർ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യസാലു ലിസാനുക റത്ബൻ മിൻ ദിക്രില്ലാഹ്. അപ്പൊ ഈ ദിക്ർ നമ്മൾ പറഞ്ഞതുപോലെ ഒരാളുള്ള സ്നേഹത്തിന്റെ പ്രത്യക്ഷമായ അടയാളമാണെന്ത്? അയാളെ കുറിച്ച് ഇങ്ങനെ പറയാന്നുള്ളത്. അത് നമ്മൾ ശീലിച്ച കാര്യമാണ്. ഒരാളെ ഏറ്റവും കൂടുതൽ സംസാരിക്കാം അയാളെ ഇഷ്ടപ്പെടുന്ന ആളെ കുറിച്ചായിരിക്കും. അപ്പൊ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടേണ്ടത്
നിരുപാധികം നമ്മൾ ഇഷ്ടപ്പെടേണ്ടത്, കണക്കില്ലാത്ത അളവില്ലാതെ ഇഷ്ടപ്പെടേണ്ടത് അള്ളാഹുവെയാണ്. അങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളതിന്റെ നമ്മൾ നോക്കേണ്ടത് എവിടെയാണ്? ദിക്ർ എത്രത്തോളം ചെല്ലുന്നുണ്ട്, അള്ളാഹു ദിക്ർ ചെയ്യുന്നതിൽ എത്ര സന്തോഷിക്കുന്നുണ്ട്. തബാറക വതആല വതഖദ്ദസത് അസ്മാഉഹു വതആല സിഫാതുഹു. അപ്പോ അള്ളാഹുവിനുള്ള ദിക്റിൽ പെട്ടതാണ് എന്ത്? നമ്മള് ചെയ്യുന്ന തസ്ബീഹും തഹ്ലീലും അതുപോലെ തക്ബീറും എല്ലാം. അതുപോലെ തന്നെ തലബിൽ ഇൽമ് ദിക്റിൽ പെട്ടതാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ മറർതും ബിറിയാദിൽ ജന്നതി ഫർതഉ. സ്വർഗ്ഗത്തോപ്പുകളുടെ അരികിലൂടെ നിങ്ങൾ പോകുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതിൽ കയറിയിട്ട് നിങ്ങൾ വിഹരിക്കണം. ഖാലു വമാ റിയാദുൽ ജന്ന. അവർ ചോദിച്ചു, എന്താണ് റിയാദുൽ ജന്ന എന്ന് സഹാബിമാർ ചോദിച്ചപ്പോൾ പറഞ്ഞു റസൂല്, ഹലഖുൽ ദിക്ർ, ദിക്റിന്റെ ഹൽഖകളാണ്. ഇതിന്റെ അർത്ഥം എന്താണ്? ഇൽമിന്റെ മജ്ലിസുകളാണെന്നാണ്. അതുകൊണ്ടാണ് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, മൻ ശാഅ അൻ യസ്കുന റിയാദൽ ജന്ന ഫി ദുനിയ ഫലിസ്തൗതിൻ മജാലിസ ദിക്ർ ഫഇന്നഹാ റിയാദുൽ ജന്ന. ദുനിയാവിൽ ആർക്കെങ്കിലും സ്വർഗത്തോപ്പുകളിൽ വിഹരിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ അവൻ എവിടെ ഇരിക്കുക? ഇൽമിന്റെ മജ്ലിസുകളിൽ ഇരിക്കുക. അതുപോലെ തന്നെ ഖുർആൻ പാരായണം ചെയ്യലും അതുപോലെ ദുആ ചെയ്യല്, ഇതെല്ലാം ദിക്റിൽ പെടുന്നതാണ്. ഈ ജാഹിലിയ കവികൾ പറഞ്ഞിട്ടുണ്ട്, അവർക്ക് എന്ത് ചെയ്യാറുണ്ട്? അവർ യുദ്ധം ഇങ്ങനെ കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് അവരുടെ പ്രണയിനികളെ എന്ത് ചെയ്യും? ഓർക്കും. അവരെ കുറിച്ച് ഇങ്ങനെ എന്ത് ചെയ്യും? പാട്ടുപാടൊക്കെ ചെയ്യും. എന്നിട്ട് അവളോട് പറയും, ഞാൻ നിന്നെന്ത് ചെയ്യും? ആ യുദ്ധത്തിന് സമയത്ത് പോലെ ഞാൻ നിന്നെന്ത് ചെയ്തിട്ടുണ്ട്? നിന്നെ കുറിച്ച് ഞാൻ ഓർത്ത് ഞാൻ പാട്ടുകൾ പാടിയിട്ടുണ്ടെന്ന് പറയും. അത് എന്തിനു തെളിവാണ്? അവൾ അത്രയും ഇഷ്ടപ്പെടുന്നുണ്ട് തെളിവാണ്. അപ്പൊ പറഞ്ഞതുപോലെ ഈ വളരെ പ്രയാസകരമായ അവസ്ഥയിൽ പോലും എന്ത് വേണ്ടതുണ്ട്? അള്ളാഹുവിനുള്ള ദിക്ർ ആവശ്യമാണ്. അതുപോലെ തന്നെ അസ്സഅയു ഫീ തഹ്സീലിൽ മഹ്ബൂബിൽ മഹ്ബൂബ്, അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യം അത് നമ്മൾ ചെയ്യുന്നതിൽ നമ്മൾ എന്ത് ചെയ്യണം? പരിശ്രമിക്കണം. അള്ളാഹുവിന് നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുന്നത് ഇഷ്ടമായിരിക്കും. അതെന്താണ്? അള്ളാഹുവിനുള്ള ഇബാദത്തുകൾ, വ്യത്യസ്തമായ ഇബാദത്തുകൾ, അതിൽ പെട്ടത് തന്നെയാണ് ദിക്റും. എങ്കിൽ ഇബാദത്ത് നമുക്ക് എന്ത് ചെയ്യാം? വേറെ തന്നെ എടുത്തു പറയാം. അതുപോലെ അർറിദാ ബിഖദാഇല്ലാ, അള്ളാഹു നമ്മളുടെ കാര്യത്തിൽ എന്ത് വിധിച്ചാലും നമ്മൾ അതിൽ എന്ത് ചെയ്യണം? തൃപ്തിപ്പെടണം. കാരണം എന്താണ്? വഹുവ ആലമു ബിനാ മിൻ അൻഫുസിന, നമ്മേക്കാൾ നമ്മെ കുറിച്ച് അറിയുന്നവനാണ്. വഹുവ അർഹമു ബിനാ മിൻ അൻഫുസിന, നമ്മുടെ സ്വന്തത്തെക്കാൾ നമ്മെ സ്നേഹിക്കുന്നത് ആരാണ്? നമ്മോട് കാരുണ്യം കാണിക്കുന്നത് ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അപ്പൊ എന്ത് ചെയ്യണം? അള്ളാഹു എന്ത് ഖദറാക്കിയിട്ടുണ്ടെങ്കിൽ അതിലെന്തുണ്ട്? ഹിക്മത്തുണ്ട്. ഹിക്മത്തുൻ ബാലിഗ. ഒന്നുകിൽ നമ്മുടെ നമുക്ക് പ്രയാസകരമായ കാര്യമാണെങ്കിൽ നമ്മുടെ തിന്മകൾ പുറത്തു തരാനും നമുക്ക് അമലുകൾ കൊണ്ട് എത്താൻ കഴിയാത്ത വലിയ ദറജയിലേക്ക് എന്ത് ചെയ്യാനും എത്തിക്കാനും വേണ്ടിയായിരിക്കും. അള്ളാഹു വലിയ ദറജ നമുക്ക് കണ്ടിട്ടുണ്ടാകും, അല്ലേ? കണക്കാക്കിയിട്ടുണ്ടാകും. അപ്പോ എന്ത് ചെയ്യണം? ഏത് തരത്തിലുള്ള ഖദ ആണെങ്കിലും എന്ത് ചെയ്യണം? അതിലെന്ത് ചെയ്യണം? തൃപ്തിപ്പെടണം. അടുത്തത് അതുപോലെ അൽ കലാം അല്ലാഹ്, അള്ളാഹുവോട് സംസാരിക്കണം. കാരണം എന്താണ്? ആരെങ്കിലും ഒരാൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അയാളോടായിരിക്കും അവൻ ഏറ്റവും കൂടുതൽ ഇണങ്ങാനും സംസാരിക്കാനും ഇഷ്ടമുണ്ടാവുക. അപ്പൊ അതിൽപ്പെട്ടതാണ് എന്ത്? അള്ളാഹുവോട് മാത്രമേ പരാതി പറയാൻ പാടുള്ളൂ. വേറെ ആരോട് പരാതി പറയാൻ പാടില്ല. നമുക്കറിയാവുന്ന കാര്യമാണ്. ഇന്നമാ അഷ്കു ബസ്സി വ ഹുസ്നി ഇലല്ലാഹ്. അതുപോലെ തന്നെ
പരാതി പറയുന്നതിൽപ്പെട്ടതാണെന്ത്, അല്ലെങ്കിൽ അള്ളാഹുവോടുള്ള സംസാരത്തിൽപ്പെട്ടതാണെന്ത്, നമസ്കരിക്കുക എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വജുഇലത് ഖുർറതു ഐനി ഫസ്സലാ, എന്റെ കൺകുളിർമ വെക്കപ്പെട്ടിരിക്കുന്നത് എന്റെ എന്തിലാണ്? നമസ്കാരത്തിലാണ്. ഇനി അടുത്തത് പറഞ്ഞു എന്താണ്? അരിഹ്നായ ബിലാലു ബിസ്സലാ, ബിലാലെ വേഗം ബാങ്ക് കൊടുക്ക്, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യും? നമസ്കാരത്തില് നീ എന്ത് ചെയ്യണം? ഒരു തർവീഹ് തരണം, റാഹത്ത് തരണം എന്ന് പറയാം. കാരണം ബിലാൽ ബാങ്ക് കൊടുക്കുകയും ഇഖാമത്ത് കൊടുക്കുകയും ചെയ്താലാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമസ്കരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ പറയാറുണ്ട്. ഇമാം ഇബ്നുൽ ഖയ്യിം പറഞ്ഞു, അസ്സലാത്തു ഖുർറത്തു അയൂനിൽ മുഹിബ്ബീൻ, അള്ളാഹു സ്നേഹിക്കുന്ന ആളുകളുടെ കൺകുളിർമയാണ് നമസ്കാരം. വസുറൂറു അർവാഹിഹിം, അവരുടെ എന്താണ് ആത്മാക്കളുടെ എന്താണ് സന്തോഷം അതിലാണ്. വലദ്ദത്തു ഖുലൂബിഹിം, അവർ ഹൃദയത്തിന്റെ ആസ്വാദനം. വബഹ്ജത്തു നുഫൂസിഹിം, അവരുടെ നഫ്സ് എന്താണ് പ്രശോഭിക്കുന്നത് അതിലാണ്. യഹ്മിലൂന ഹമ്മൽ ഫറാഖ് മിൻഹ ഇദാ ദഖലു ഫീഹ, അപ്പൊ എന്ത് ചെയ്യും? അവരുടെ എല്ലാ പ്രയാസങ്ങളും നമസ്കാരത്തിൽ എന്താണ് കയറി കഴിഞ്ഞാൽ പോകും. അല്ലേ? കമാ യഹ്മിലു അൽ ഫാരിഖ് അൽ ബത്താൽ ഹമ്മഹ ഹത്താ യഖ്ദിഹ ബിസുറഅ, എന്നാൽ അങ്ങനെ അവരുടെ ഒഴിവ് സമയങ്ങൾ എന്ത് ചെയ്യും? നമസ്കാരത്തിൽ അവർ വിനിയോഗിക്കും. എന്നാലോ ഒരു ബത്താലായിട്ടുള്ള ഒരു വെറും ഒരെന്താ പറയാ ആസ്വാദനങ്ങളുടെ പുറകിൽ പോകുന്ന ആളാണെങ്കിൽ അവനതെന്ത് ചെയ്യും? വേറെ കാര്യത്തില് എന്താണ് ടൈം പാസ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? സമയം അവനെ ഒഴിവാക്കും. അങ്ങനെ ധാരാളം കാര്യങ്ങൾ ഇവിടെ സാന്ദർഭികമായിട്ടുള്ളതാണെന്ത്. ഇമാം അബൂ ഹനീഫയുടെ അടുക്കൽ ഒരാൾ വന്നിട്ട് എന്ത് ചെയ്തു? അയാളുടെ പണം എന്താണ് ഒരു സ്ഥലത്ത് എന്ത് ചെയ്തിട്ട് കുഴിച്ചിട്ടിട്ടുണ്ട് അയാള്. അപ്പൊ അയാളുടെ ആ സ്ഥലം മറന്നുപോയി. ഞാൻ എവിടെയാണ് പണം കുഴിച്ചിട്ടതെന്ന് മറന്നുപോയി എന്ന് പരാതി പോയിട്ട് വരണം. ആരെടുത്ത് പരാതിയായിട്ട്? ഇമാം അബൂ ഹനീഫയുടെ അടുക്കൽ. അബൂ ഹനീഫ പറഞ്ഞു, നമുക്ക് ഗൈബ് അറിയില്ല, പക്ഷെ ഞാനൊരു എന്ത് ചെയ്യാം, ഒരു സൂത്രം പറഞ്ഞു തരാം. അത് നീ ചെയ്യാണ്, ഇൻഷാ അല്ലാഹ് നിനക്ക് എന്ത് ലഭിക്കും? ആ സ്ഥലം നിനക്ക് അറിയാൻ കഴിയുമെന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് സൂത്രം പറഞ്ഞു കൊടുത്തത്? രാത്രി അശാഉൽ ആഖിറ കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇശാ നമസ്കാരം കഴിഞ്ഞു കഴിഞ്ഞാല്, എന്നിട്ട് രാത്രിയുടെ മധ്യമാകുമ്പോഴും നീ എന്ത് ചെയ്യാം? വുദു എടുത്തിട്ട് നമസ്കരിക്കുക. അങ്ങനെ നമസ്കരിച്ചിട്ട് എന്താണ് അപ്പൊ നിനക്ക് എന്ത് ചെയ്യാം? അത് ലഭിക്കും. അള്ളാഹു നിന്റെ മനക്ക് തോന്നിപ്പിച്ചു തരും, അല്ലെങ്കിൽ നിനക്കത് ലഭിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇയാൾ എന്ത് ചെയ്യും? വീട്ടിൽ പോയിട്ട് വുദു എടുത്തിട്ട് എന്ത് ചെയ്യും? നമസ്കരിക്കാൻ വേണ്ടി തുടങ്ങും. അപ്പൊ അയാൾക്ക് ഓർമ്മ വരെന്ത്? ഇന്ന സ്ഥലത്ത് എന്ത് ചെയ്ത് കുഴിച്ചിട്ടുണ്ട്. അയാൾ അവിടെ നിസ്കാരം ഉപേക്ഷിച്ച് എന്ത് ചെയ്യും? അത് എടുക്കാൻ വേണ്ടി പോകും. അങ്ങനെ അയാൾ രാവിലെ ഇമാം അബൂ ഹനീഫയുടെ അടുക്കൽ വന്നിട്ട് പറയുന്നത്, എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറയും. അപ്പോ അബൂ ഹനീഫ് പറയാം, അതെ എനിക്കറിയായിരുന്നു, നിന്നെ ആ ശൈത്താൻ എന്ത് ചെയ്യില്ല, അവിടെ നമസ്കരിക്കാൻ നിന്നെ വിടൂല, അത് ഒഴിവാക്കാൻ വേണ്ടി നിന്റെ ആ പണം നിനക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ശൈത്താന് ചെയ്യുമെന്ന് പറഞ്ഞു. നിനക്ക് ആ നമസ്കാരം പൂർത്തീകരിച്ചു കൂടായിരുന്നു? അള്ളാഹുള്ള ശുക്റായിട്ട് നിനക്കത് പൂർത്തീകരിച്ചു കൂടായിരുന്നു എന്ന് ഇമാം മാലിക് ചോദിച്ചു. ഇമാം അബൂ ഹനീഫ ചോദിച്ചു. ഇതിന്റെ എല്ലാം സിർ എന്താണ്? ആളുകള് നമ്മുടെയൊക്കെ അവസ്ഥയാണത്. നമസ്കാരം എന്നുള്ളത് അതെന്താണ്? അള്ളാഹുവോടുള്ള മുനാജാത്തോ അള്ളാഹുവോടുള്ള കലാമോ ആകുന്നില്ല. മറിച്ച് എന്താണ് ഒരു യാന്ത്രികമായ നമസ്കാരമാകുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മള് സലഫുകളുടെ കാര്യങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ ചെയ്തിരുന്ന ഒരു കാര്യമാണ് നമസ്കാരം. അല്ലെ? ഇമാം സഈദ് ഇബ്നു മുസയ്യിബ് പറഞ്ഞു, ഞാൻ 80 വർഷം എന്ത് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ 40 വർഷം 60 വർഷം ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഒന്നാമത്തെ തക്ബീർ ഒഴിവാക്കിയിട്ടില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ കാര്യമാണ്, ഞാൻ 40 വർഷമായിട്ട് എന്ത് ചെയ്തിട്ടില്ല, ഒരാളുടെയും നമസ്കാരക്കാരുടെ എന്താണ് മടമ്പ് ഞാൻ കണ്ടിട്ടില്ല എന്ന്. കാരണം എന്താണ്? അതെല്ലാം ഫസ്റ്റ് സഫിലായിരിക്കും. അപ്പൊ എന്താണ്, പുറകിൽ നിൽക്കുന്ന ആൾക്കാണല്ലോ മുമ്പിലുള്ള ആളുടെ മടമ്പ് കാണാൻ കഴിയുക.
ഇമാമിന്റെ മടങ്ങ് അല്ലാതെ നമസ്കാരക്കാരുടെ കണ്ടില്ല എന്നർത്ഥം. ശരി. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ നാടിനെ ഇഷ്ടപ്പെടുക. അള്ളാഹുവിന്റെ വീട് എവിടെയാണ്? അതെവിടെയാണ്? പള്ളിയാണ്. വഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസാജിദ്. പള്ളിയുമായിട്ട് ഇങ്ങനെ ഹൃദയം എന്ത് ചെയ്യണം? ബന്ധപ്പെട്ട് കിടക്കണം. അത് അള്ളാഹുവോടുള്ള സ്നേഹത്തിന്റെ എന്താണ്? പ്രകടമായ അടയാളമാണ്. അങ്ങനെ ഹൃദയം പള്ളിയുമായി ബന്ധപ്പെടുന്ന ആളുകൾക്ക് എന്തുണ്ടാകുക? അള്ളാഹുവിന്റെ അർശിന്റെ എന്തെയും തണൽ ലഭിക്കുമെന്ന് വന്നിട്ടുണ്ട് അല്ലെ. അതുപോലെ തന്നെ ധാരാളം വിഷയങ്ങൾ പള്ളിയുമായിട്ട് ഹൃദയം ബന്ധപ്പെടുന്ന കാര്യത്തിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മഹബ്ബത്തു അഹ്ബാബിൽ മഹ്ബൂബ്. അള്ളാഹു എന്താണ്? ആരെയാണോ ഇഷ്ടപ്പെടുന്നത്, അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകളെയും കാര്യങ്ങളെയും എന്ത് ചെയ്യണം? ഇഷ്ടപ്പെടണം. കാരണം മഹബ്ബത്തിൽ, ഒരാളുള്ള മഹബ്ബത്തിൽപ്പെട്ടതാണ് അയാൾ സ്നേഹിക്കുന്ന കാര്യത്തെയും ആളുകളെയും സ്നേഹിക്കുക എന്നുള്ളത്. അതിൽപ്പെട്ടതാണ് എന്ത്? അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യാറുണ്ടായിരുന്നു? ദുബ്ബ, അതെന്താണ്? ഒരു പച്ചക്കറി, അതിൽപ്പെട്ടൊരു സംഗതിയാണ്. അത് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്ത് ചെയ്യാറുണ്ടായിരുന്നു? ഏറ്റവും കൂടുതൽ കഴിക്കാറുണ്ടായിരുന്നു എന്താണ്? ദുബ്ബ എന്നിങ്ങനെ ഒരു പാത്രത്തിലുണ്ടെങ്കിൽ റസൂലുള്ളാഹിക്ക് വളരെ ഇഷ്ടമായിരുന്നു. ചുരക്കായിരിക്കാം. അങ്ങനെ അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, പിന്നീട് എനിക്കും ഫാന ഉഹിബ്ബു ദുബ്ബ കസീറൻ, ഞാനും അങ്ങനെ ദുബ്ബ ധാരാളമായി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പൊ ഇതിന്റെ അടിസ്ഥാനം എന്താണ്? റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നുണ്ട് അമിതമായിട്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ റസൂൽ ഇഷ്ടപ്പെടുന്ന ഭക്ഷണം വരെ എന്ത് ചെയ്യുന്നു? ഇഷ്ടമായി തീർന്നു. അപ്പോ അതിന് ഏറ്റവും കൂടുതൽ അർഹൻ ആരാണ്? അള്ളാഹുവാണ്. അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകളെ അതിനനുസരിച്ച്, അള്ളാഹു ഇഷ്ടപ്പെടുന്നതിനനുസരിച്ച് നമ്മൾ ഇഷ്ടപ്പെടുകയും അതുപോലെ തന്നെ അള്ളാഹു വെറുക്കുന്നവരെ വെറുക്കുകയും വേണം. ഇന്നത്തെ ഒരു വല്ലാത്തൊരു ഫിത്നയാണെന്ത്? അള്ളാഹു വെറുക്കുന്ന ആളുകളെ എന്ത് ചെയ്യാണ്? ഉറ്റ സ്നേഹിതന്മാരായിട്ട് സ്വീകരിക്കുകയും അവര് സഹോദരങ്ങളെന്നും അതുപോലെ തന്നെ അവരെ എന്താ പറയാ സുഹൃത്തുക്കളെന്നും എന്തൊക്കെയോ വിളിച്ചുകൊണ്ട് അവരെ അടുപ്പിക്കുകയും അള്ളാഹുവിന്റെ ഔലിയാക്കളെ, അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകളെ അവരെ വെറുക്കുകയും അവരെ എന്താണ് ഇല്ലാത്ത ആരോപണങ്ങൾ പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യുന്നത്? അകറ്റുകയും ചെയ്യുന്നത് കാണാൻ കഴിയും. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മഹബ്ബത്തിന് എന്ത് ചെയ്യണം? സ്വന്തം നഫ്സിന്റെ എന്താണ് ഇഷ്ടത്തെക്കാൾ, മഹാബിനേക്കാൾ എന്ത് ചെയ്യണം? മുന്തിക്കണം. അപ്പൊ എന്താണ്? നമ്മുടെ പണം, അതുപോലെ തന്നെ നമ്മുടെ എല്ലാം നഫ്സും നഫീസും നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിന് വേണ്ടി ഇത് കൊടുക്കാൻ തയ്യാറാകണം. ഇതൊക്കെ അള്ളാഹുവിനുള്ള മഹബ്ബത്തിന്റെ എന്താണ്? ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് അളക്കാൻ കഴിയുന്ന അടയാളങ്ങളാണ്. അതുപോലെ തന്നെ തന്നെയുള്ള കാര്യമാണെന്ത്? ഈ ദുനിയാവിൽ നിന്ന് എന്ത് ചെയ്യണം? സുഹദ് കാണിക്കുക എന്നുള്ളതും എല്ലാം എന്താണ്? അതിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്യുന്നത്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ് എന്ന് പറഞ്ഞു. ഇനി അടുത്തതായിട്ട് അങ്ങനെ അള്ളാഹു എന്താണ്? അള്ളാഹുവിനെ നമ്മൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ അള്ളാഹു തിരിച്ചു തരുന്ന പ്രതിഫലം എന്താണ്? അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ. അള്ളാഹു നമുക്ക് എന്ത് നൽകും? അവന്റെ സ്നേഹം നമുക്ക് നൽകും. അപ്പോ അള്ളാഹു നമ്മെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളത് അതിന്റെ അടയാളം എന്തൊക്കെയാണ്? നമുക്ക് അള്ളാഹുവിന്റെ സ്നേഹം ലഭിക്കുന്നുണ്ടോ, എത്രത്തോളം നമ്മെ അള്ളാഹു സ്നേഹിക്കുന്നുണ്ട് എന്നതിന്റെ അടയാളം എന്താണ്? അതിലൊന്നാമത്തെ അടയാളം എന്താണ്? ഹിമായത്തുഹു അനി ദുനിയ. ദുനിയാവ് എന്ത് ചെയ്യും? ദുനിയാവിൽ നിന്ന് ഒരടിമയെ അള്ളാഹു അകറ്റുക എന്നുള്ളത്. നുഅ്മാൻ ഖതാദ ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ റസൂലുള്ളാഹി പറഞ്ഞു, ഇദാ അഹബ്ബ അല്ലാഹു അബ്ദൻ ഹമാഹു ദുനിയ. അള്ളാഹു ഒരു അടിമയെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ദുനിയാവ് അവനിൽ നിന്ന് എന്ത് ചെയ്യും? അകറ്റും.
കമാ യദല്ലു അഹദുക്കും യഹ്മി സഖീമഹു അൽമാ. രോഗികൾക്ക് നമ്മൾ വെള്ളം എന്ത് ചെയ്യുന്നത് കൊടുക്കാതിരിക്കുന്നത് പോലെ. കാരണം എന്താണ്, ചില രോഗങ്ങൾക്ക് വെള്ളം കൊടുക്കരുത്. ചിലപ്പോ ഷുഗർക്ക് ആണെങ്കിൽ എന്ത് ചെയ്യും, സീഡ്സ് കൊടുക്കരുത്. സീഡ്സ് ഏറ്റവും നല്ല കാര്യമാണ് അല്ലേ, പക്ഷെ എന്ത് ചെയ്യൂല, കൊടുക്കൂല. കാരണം എന്താണ്, അവനുള്ള സ്നേഹം കൊണ്ടാണ് അത് കൊടുക്കാത്തത്. അതുപോലെ എന്താണ്, അള്ളാഹു ഒരു അടിമയെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവനെ ദുനിയാവിൽ നിന്ന് അവനെ അകറ്റും. അതുപോലെ തന്നെ പരീക്ഷണമുണ്ടോ എന്നുള്ളത്, നമ്മുടെ ജീവിതത്തിൽ പരീക്ഷണം ഉണ്ടാകുന്നത് എന്തിന്റെ തെളിവാണ്, അള്ളാഹു സ്നേഹിക്കുന്നുണ്ടെന്ന തെളിവാണ്. അൻ അനസ് റളിയല്ലാഹു അൻഹു ഇന്ന അയ്ളമൽ ഖാല അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇന്ന അയ്ളമൽ ജസാ മഅ അയ്ളമിൽ ബലാ വ ഇന്ന അല്ലാഹ ഇദാ അഹബ്ബ ഖൗമൻ ഇബ്തലഹും. അല്ലാഹു ഒരു ഖൗമിനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, പരീക്ഷിക്കും എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അഷദ്ദുൽ ബലായി അൽ അംബിയാ സുമ്മൽ അംസൽ ഫൽ അംസൽ. ഏറ്റവും കൂടുതൽ പരീക്ഷണം നേരിടേണ്ടി വന്ന ആർക്കാണ്, അമ്പിയാക്കളാണ്. പിന്നെ അവരെ പോലുള്ള ആളുകൾക്ക്. പിന്നെ അതുപോലെ അള്ളാഹു സ്നേഹിച്ചാൽ ലഭിക്കുന്ന കാര്യമാണ് എന്ത്, ഭൂമിയിൽ നമുക്ക് എന്ത് നൽകും, സ്ഥിരത ലഭിക്കുക എന്നുള്ളത്. അല്ലെങ്കിൽ ഭൂമിയിൽ നമുക്ക് കബൂല് ലഭിക്കുക, സ്വീകാര്യത ലഭിക്കുക. നമുക്കറിയാം എന്താണ്, നമ്മുടെ മുൻകാലത്ത് അയിമ്മത്തൊക്കെ അവരുടെ വളരെ ലളിതമായ ചില ഗ്രന്ഥങ്ങൾ, അതിനൊക്കെ അള്ളാഹു എത്രയാണ് കബൂല് നൽകിയിട്ടുള്ളത്. എത്ര എല്ലാ പള്ളികളിലും എന്താണ് പാരായണം ചെയ്യപ്പെടുകയും വായിക്കപ്പെടുകയും എല്ലാ പഠിപ്പിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന തരത്തിൽ അള്ളാഹു അവർക്ക് കബൂല് നൽകിയിട്ടുണ്ട്. ഇമാം നവവിക്ക്, അതുപോലെ തന്നെ ഇമാം ഇബ്നു തൈമിയ, ഇവരൊക്കെ ആ അടിസ്ഥാനത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതിന്റെയൊക്കെ അടിസ്ഥാനം എന്താണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത് സയജഅലു ലഹുമുർ റഹ്മാനു വുദ്ദ. ഈമാനും സാലിഹായ അമലുകളുള്ള ആളുകൾക്ക് അള്ളാഹു എന്ത് ചെയ്യും, അവൻ സ്നേഹം വെച്ചു കൊടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതേ അടിസ്ഥാനത്തിൽ ഹദീസ് വന്നിട്ടുണ്ട്, ഇന്നല്ലാഹ ഇദാ അഹബ്ബ അബ്ദൻ ദഅ ജിബ്രീൽ. ജിബ്രീലിനെ വിളിച്ചു പറയുമെന്ത്, ഇന്നി ഉഹിബ്ബു ഫുലാൻ ഫഅഹിബ്ബഹ്. ഞാൻ ഇന്നാളെ ഇഷ്ടപ്പെടുന്നുണ്ട്, അതുകൊണ്ട് നീയും ഇഷ്ടപ്പെടണമെന്ന് പറയാം. അങ്ങനെ ജിബ്രീല് ആകാശവാസികളോട് ഇത് പറയുകയും അവരെല്ലാവരെയും അവൻ ഇഷ്ടപ്പെടും. പിന്നെ ഭൂമിയിൽ സ്വീകാര്യത ലഭിക്കപ്പെടുകയും ചെയ്യും. അതുപോലെ തന്നെ മയം, എല്ലാത്തിലും മയത്തോടുകൂടി എന്ത് ചെയ്യാം, പെരുമാറുക. സ്വഭാവമാണെങ്കിലും നന്മ കൽപ്പിക്കലും തിന്മ വിലക്കലാണെങ്കിലും ദാവത്തിന്റെ മേഖലയിലാണെങ്കിലും പഠിപ്പിക്കുന്ന വിഷയത്തിലാണെങ്കിലും എല്ലാം ഒരു റിഫ്ഖ് എന്നുള്ളത് അള്ളാഹു നൽകുന്ന ഒരു എന്താണ്, ഒരു ഹിബത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ഇദാ അഹബ്ബ അഹ്ല ബൈത്തിൻ അദ്ഖല അലൈഹിമുർ റിഫ്ഖ്. ഒരു വീട്ടുകാരെ അള്ളാഹു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവരിൽ അള്ളാഹു റിഫ്ഖ് എന്ത് ചെയ്യും, നൽകുമെന്നാണ്. അപ്പൊ എന്താണ്, ഉപ്പയും ഉമ്മയും പരസ്പരം എന്താണ്, ഭാര്യയും ഭർത്താക്കന്മാർ പരസ്പരം എന്താണ്, വളരെ സോഫ്റ്റ് ആയിട്ട് മയത്തിൽ പെരുമാറുന്നതും മക്കളും ഉപ്പയും ഒക്കെ തമ്മിൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ മറ്റൊരു വിഷയമാണെന്ത്, അള്ളാഹുവിന്റെ വിധികളോട് എന്ത് ചെയ്യല്, മുവാഫഖത്തുണ്ടാകല്. അതൊരു സ്നേഹത്തിന്റെ അടയാളമാണ്. ഉദാഹരണമായിട്ട് അങ്ങേയറ്റം സ്നേഹിക്കുന്ന ഒരാള്, അയാളുടെ മനസ്സിൽ എന്ത് ചെയ്യും, ഒരിക്കലും ചിലപ്പോ എന്ത് ചെയ്യും, അവൻ സ്നേഹിക്കുന്ന ആളെ കുറിച്ച് ഇങ്ങനെ ഓർത്തിരിക്കായിരിക്കും, അയാളിപ്പം വരുമോ എന്നുള്ള ഓർത്തിരിക്കും. അപ്പോഴായിരിക്കും കയറി ഇങ്ങനെ വരുന്നുണ്ടാവും. അത് വെറും എന്തല്ല, ഒരു ഇല്ലാത്ത കാര്യമല്ല, മറിച്ച് എന്താണ്, അത് റൂഹിന്റെ എന്താണ്, സിറാണ് അത്. അപ്പൊ ഈ അടിസ്ഥാനത്തിൽ അള്ളാഹുവിന്റെ എന്താണ് അഹ്കാമുകളോട് എന്ത് ചെയ്യാ, യോജിച്ചു വരിക എന്നുള്ളത്. ഇപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു എത്ര കാര്യങ്ങൾ പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, വാഫഖനി റബ്ബി ഫി സലാസ്. ഞാൻ എന്റെ റബ്ബിനോട് 3 കാര്യങ്ങൾ യോജിച്ചു. ഔ ഫി അർബഅൻ, അല്ലെ 4 കാര്യങ്ങൾ, അതിലും കൂടുതൽ കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, യോജിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? കള്ള് ഹറാമാകണം എന്നുള്ള അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ആഗ്രഹിച്ചിട്ടുണ്ട്. അതുപോലെ ഹിജാബിന്റെ ആയത്തിറങ്ങണം എന്ന് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ആഗ്രഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ
ബദറിലെ ബന്ദികളുടെ കാര്യത്തിലുള്ള അദ്ദേഹത്തിന്റെ വീക്ഷണം, അതുപോലെ തന്നെ ബാങ്കിന്റെ കാര്യവും, അങ്ങനെ പല പല വിഷയങ്ങൾ നമുക്കറിയാവുന്നതാണ് അല്ലേ. അതുപോലെ തന്നെ ഏത് വിഷയം, സന്തോഷ വാർത്ത യഖീനോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ഒരു സന്തോഷ വാർത്ത അറിയിക്കുന്നതിൽ അദ്ദേഹം പറഞ്ഞു ഇപ്പൊ അങ്ങനെ പറയേണ്ടതില്ല, കാരണം ആളുകൾ എന്ത് ചെയ്യും, പിന്നെ അമലിൽ നിന്ന് പുറകോട്ടടിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്തു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് അംഗീകരിച്ചു. ഇങ്ങനെ ധാരാളം ധാരാളം കാര്യങ്ങൾ. പിന്നെ ഏറ്റവും പ്രകടമായ കാര്യമാണെന്ത്, കറാമത്തുകൾ കാണുക എന്നുള്ളത്. നമുക്കറിയാം സലഫുകള് കറാമത്തുകൾ കൊണ്ട് നിറഞ്ഞവരാണ്, അള്ളാഹു തഈദ് നൽകിയവരാണ്. അതിൽപ്പെട്ടതാണെന്ത്, ഖാലിദ് മൗലീദ് വിഷം കുടിച്ച സംഭവം. കാഫറുകളെ വെല്ലുവിളിച്ചിട്ട് എന്ത് ചെയ്തു, ബിസ്മില്ലാ ചൊല്ലിയിട്ട് കുടിച്ചു, വിഷം കുടിച്ചു. അതുപോലെ അബു മുസ്ലിം അൽ ഖൗലാനി തീയിൽ നിന്ന് രക്ഷപ്പെട്ട സംഭവം, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് സംഭവിച്ചതുപോലെ. അതുപോലെ തന്നെ ഇമാം അയ്യൂബ് അസ്സഖ്തിയാനി റഹിമഹുല്ലാഹ്, അദ്ദേഹം വെള്ളം കിട്ടാതെ വന്നപ്പോഴെന്ത് ചെയ്തു, കാലുകൊണ്ട് നിലത്തിങ്ങനെ മാന്തിയിട്ട് എന്ത് ചെയ്തു, വെള്ളം ഉറപൊട്ടി വന്ന സംഭവം. ഇങ്ങനെ ധാരാളം ധാരാളം കറാമത്തുകൾ സലഫുകൾക്ക് സംഭവിച്ചിട്ടുണ്ട്. ഈ കാലത്തും കറാമത്തുകൾ ധാരാളമുണ്ട്. നമ്മളെ പല അയിമത്തിനും കറാമത്തുകൾ എന്ത് ചെയ്യാറുണ്ട്, ഉണ്ടാകാറുണ്ട്. അതിൽപ്പെട്ട നമ്മൾ പറഞ്ഞ വിഷയമാണ് ഇമാം അൽബാനിക്ക് സംഭവിച്ച കറാമത്ത്. ഒരുപാടുണ്ട്, അവർ പറയാറില്ല. അവർക്ക് അതിൽപ്പെട്ടതാണെന്ത്, ഒരു ദിവസം അദ്ദേഹം ഒരു മഖ്തൂത്ത, ഒരു കയ്യെഴുത്ത് പ്രതി വായിക്കുന്ന സമയത്ത് 2 കലിമത്തുകൾ അദ്ദേഹത്തിന് ഒരു നിലക്കും വ്യക്തമാകുന്നില്ല. അങ്ങനെ ഒരുപാട് നേരം അതിന്റെ പുറകെ അദ്ദേഹം ഇരുന്നു. പിന്നീട് അദ്ദേഹം ഉറങ്ങിപ്പോയി. അദ്ദേഹത്തിന്റെ കയ്യിൽ പേനയും ഇരിക്കെ അദ്ദേഹം ഉറങ്ങിപ്പോയി. ഉറക്കത്തിൽ അദ്ദേഹം എന്ത് ചെയ്തു, ആ പേപ്പറിൽ 2 കലിമത്തുകൾ എഴുതി. അദ്ദേഹം ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നോക്കുമ്പോ ആ കലിമത്ത് തന്നെയാണ്. വളരെ വൃത്തിയായിട്ട് അദ്ദേഹത്തിന്റെ കൈയോടുകൂടി എന്ത് ചെയ്തിട്ടുണ്ട്, പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതുപോലുള്ള കറാമത്തുകൾ അയിമത്തുകൾക്ക് എന്ത് ചെയ്യാറുണ്ട്, സംഭവിക്കാറുണ്ട്. സാലിഹീങ്ങൾക്കും അബ്ബാദുകൾക്കും എല്ലാം എന്ത് ചെയ്യാറുണ്ട്, കറാമത്ത് സംഭവിക്കാറുണ്ട്. കറാമ ലുസൂമുൽ ഇസ്തിഖാമ, ഏറ്റവും വലിയ കറാമത്ത് ഏതാണ്, അത് ഇസ്തിഖാമത്തിൽ ഇരിക്കാൻ കഴിയുക എന്നുള്ളതാണ്. അപ്പോ ഖുലാസ, ചുരുക്കം അള്ളാഹുവെ സ്നേഹിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ലക്ഷ്യം എന്നുള്ളത്. അപ്പോ അതിനു വേണ്ടിയിട്ട് ഈ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാം,